നമസ്കാരം, ഞാൻ ജീവൻകുമാർ വിശ്വകാമൻ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏലിയൻ ബ്രെയിൻ മലയാളം. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഖമനേനി കൊല്ലപ്പെട്ടത് 2026 മറിച്ച് 6 മാസങ്ങൾക്ക് മുൻപ് 2025 തന്നെ കൊല്ലപ്പെട്ടിരുന്നു എന്നുള്ളൊരു ഹൈപ്പോത്തീസിസ് എനിക്കുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത് അതിനേക്കാളും വലിയൊരു ലാർജായിട്ടുള്ളൊരു ഹൈപ്പോത്തീസിസ് ആയിട്ടുള്ള ഒരു പുതിയ വേൾഡ് ഓർഡർ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ വേൾഡ് ഓർഡറാണ് ഇപ്പോൾ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. അതായത് ഈ ഇറാൻ ഇസ്രായേൽ വാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഉക്രൈൻ വാർ ആയിക്കോട്ടെ, ബാക്കിയുള്ള പൊളിറ്റിക്കൽ ടേമൈൽസ് ആയിക്കോട്ടെ, എന്തിനേയും മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്നത് ഈ പുതിയ വേൾഡ് ഓർഡറാണ് എന്നുള്ളൊരു ഹൈപ്പോത്തീസിസ്, ഒരു ലാർജർ ഹൈപ്പോത്തീസിസ് എനിക്കുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു സീരീസ് ഓഫ് വീഡിയോ ഞാൻ അടുത്തിടെ തന്നെ ചെയ്യുന്നതായിരിക്കും. സോ അതിനെ ബേസ് ചെയ്തിട്ട് നാളെ നടക്കാം എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാൽക്കുലേഷൻ, ഹൈപ്പോത്തീസിസ് അല്ല, ഒരു കാൽക്കുലേഷൻ, നാളെ നടക്കാം എന്ന് വിചാരിക്കുന്ന ഒരു കാൽക്കുലേഷൻ എനിക്കുണ്ട്. ആ കാൽക്കുലേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത് എന്തെന്ന് വെച്ചാൽ, നാളെ 20 മാർച്ച് 2026 ഇറാനിൽ വലിയൊരു ആക്രമണം നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് വലിയൊരു ആക്രമണം എന്ന് പറയുമ്പോൾ, ഇത്രയും കാലം ഈ 2 ആഴ്ചയായിട്ട് ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് ഇതുവരെ അല്ലാത്ത പോലെ, അതായത് ഈ വാർ തുടങ്ങി ഈ 2 ആഴ്ച നടന്നതുപോലെ അല്ലാതെ, അല്ലെങ്കിൽ ഈ ഒരു വർഷത്തിനുള്ളിൽ ഇറാൻ ഇസ്രായേൽ സ്ക്രിമിഷസ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു വർഷത്തിനുള്ളിൽ നടന്നതുപോലെ അല്ലാതെ വലിയൊരു ആക്രമണം ഇറാനിൽ നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. അതായത് ഇതുവരെ നടന്നതുപോലെ അല്ലാത്ത ഒരു വലിയ ആക്രമണം നടക്കും. അതുകൂടാതെ ഇറാനിൻ്റെ ഒരു വലിയൊരു ലീഡർ മരിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. സോ ഈ കാൽക്കുലേഷൻ സംഭവിക്കുകയാണെങ്കിൽ എൻ്റെ ആ ലാർജറായിട്ടുള്ള ഹൈപ്പോത്തീസിസ് ആയിട്ടുള്ള പുതിയ വേൾഡ് ഓർഡർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് ഇൻ ആക്ഷൻ ആണ് എന്നുള്ള കാര്യത്തിന് ഇത് കുറച്ചുകൂടി ആക്കം കൂട്ടുന്നതായിരിക്കും. അങ്ങനെയല്ല ഇത് സംഭവിക്കുന്നില്ല എങ്കിൽ എൻ്റെ കാൽക്കുലേഷനിൽ തെറ്റുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഇനി വരുന്ന കാൽക്കുലേഷൻസിലോ അല്ലെങ്കിൽ ഹൈപ്പോത്തീസിസ് ജനറേഷൻസിലോ അല്ലെങ്കിൽ അതിനെ എന്താ പറയുക, അതിനെ കണക്ക് കൂട്ടുന്നതിലോ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കണം എന്നാണ് എൻ്റെ അർത്ഥം. അല്ലാതെ എൻ്റെ ആ ലാർജായിട്ടുള്ള ഹൈപ്പോത്തീസിസിനെ ഇത് ബാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. കാരണം ആ ലാർജർ ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത് വേറെ ചില ഫാക്ടേഴ്സ് മുഖേന അത് കാരണം ഉണ്ടായതാണ്. സോ ആ കാരണങ്ങൾ മാറാത്തിടത്തോളം കാലം ആ ലാർജർ ഹൈപ്പോത്തീസിസ് വിൽ എക്സിസ്റ്റ്. സോ നാളെ ഇത് സംഭവിക്കുകയാണെങ്കിൽ എൻ്റെ ഹൈപ്പോത്തീസിസ്, ആ ലാർജർ ഹൈപ്പോത്തീസിന് അതൊരു ആക്കം കൂട്ടും. അങ്ങനെയല്ല എങ്കിൽ ആ ലാർജർ ഹൈപ്പോത്തീസിസ് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. സോ എങ്ങനെയാണെങ്കിലും നാളെ 20 മാർച്ച് 2026 ഇറാനിൽ ഒരു വലിയൊരു ആക്രമണം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അത് ഇതുവരെ ഇറാനിൽ നടന്നിട്ടുള്ള, അതായത് ഈ 2 ആഴ്ചക്കുള്ളിൽ, ഈ വാർ തുടങ്ങി 2 ആഴ്ചക്കുള്ളിൽ നടന്നതിനേക്കാളും, അല്ലെങ്കിൽ ഈ ഒരു വർഷത്തിനുള്ളിൽ ഇറാനിൽ നടത്തിയ ആക്രമണങ്ങളെക്കാളും ഏറ്റവും വലിയ ആക്രമണമായിരിക്കും. അത് ഒന്ന് അമേരിക്ക നടത്താം, അങ്ങനെ അല്ലെങ്കിൽ ഇസ്രായേൽ നടത്താം, അങ്ങനെ അല്ലെങ്കിൽ രണ്ടുപേരും സംയുക്തമായിട്ട് നാളെ നടത്താനുള്ള ചാൻസ് ഉണ്ട്. എന്തുകൊണ്ട് നാളെ എന്ന് വെച്ചാൽ, നാളെ GCC രാജ്യങ്ങളിൽ ചുറ്റുപറ്റിയുള്ള റീജിയൻസിലും ഇസ്ലാമിക് റീജിയൻസിൽ നാളെയാണ് പെരുന്നാളെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ആയിരിക്കും സംഭവിക്കുക. അതായത് പെരുന്നാൾ ദിവസം ഈ ആക്രമണം നടത്തണം എന്നുള്ള രീതിക്കായിരിക്കും ആക്രമണം നടക്കുക. നാളെ നടക്കുന്നത് ഏറ്റവും വലിയൊരു ആക്രമണം കൂടിയായിരിക്കും. ഇതിനെ ബേസ് ചെയ്ത് GCC കൺട്രീസിലും ആക്രമണം നടക്കും. അതായത് ഇറാനിൽ നിന്നാണ് നടക്കുന്നത് എന്നുള്ള രീതിക്ക് ഇപ്പോൾ നടക്കുന്ന പോലെ തന്നെ ഒരു ആക്രമണം ഉണ്ടാവും. അതും ഒരു വലിയ ആക്രമണമായിരിക്കും. അത് പ്രത്യേകിച്ച് സൗദി അറേബ്യ, അതിനെ ചുറ്റിപ്പറ്റിയുള്ള GCC കൺട്രീസിലായിരിക്കും കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. സോ നാളെ 20 മാർച്ച് 2026 ഒരു ഏറ്റവും വലിയൊരു ആക്രമണം ഇറാനിൽ മേൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് എൻ്റെ കാൽക്കുലേഷൻ. സോ അതുകൂടാതെ ഈ ലാർജർ ഹൈപ്പോത്തീസിസ് ആയിട്ടുള്ള പുതിയ വേൾഡ് ഓർഡർ എന്നതിനെക്കുറിച്ചുള്ള സീരീസ് ഓഫ് വീഡിയോസ് ഇനി ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ നാളെ ഇത് സംഭവിക്കും എന്നുള്ളത് കൊണ്ട്, ഇന്ന് തന്നെ പറയണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നാളെ ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് നാളെ കാണാം. നാളെ നടന്നാലും ഇല്ലെങ്കിലും അതിനെക്കുറിച്ച് നമുക്ക് വരും കാലങ്ങളിൽ വീഡിയോസിൽ സംസാരിക്കാം, കമൻസിലൂടെ ഡിസ്കസ് ചെയ്യാം. സോ നാളെ നടക്കും എന്നുള്ളത് നോക്കാം. നന്ദി, നമസ്കാരം. ഞാൻ ജീവൻകുമാർ വിശ്വകർമ്മൻ. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഏലിയൻ ബ്രെയിൻ മലയാളം.